ഹായ് അസ്സലാമലൈക്കും. ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും പിന്നെ എന്തെങ്കിലും കമൻ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. അപ്പോൾ വീഡിയോ കണ്ടു നോക്കുക. ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും അതുപോലെ ഇന്നലെ മത്തി മുളകിട്ടതുണ്ടായിരുന്നു, അതുമാണ് കേട്ടോ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ ഇതാ ദോശക്കുള്ള അരിയൊക്കെ ഒന്ന് അരച്ചെടുത്തിക്കണം. ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി മിക്സ് ചെയ്തിട്ട് ദോശ ചുട്ടെടുക്കുക. ഇനിയിപ്പോൾ നല്ല ചൂടുള്ള ദോശയും മീൻകറിയും കൂട്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. പിന്നെ എപ്പോഴും ഇതുപോലെ മുളക് കറിയൊക്കെ ബാക്കിയുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു കോംബോ ആണ് ഇട്ട് ഉണ്ടാക്കുക. ദോശയും മീൻകറിയും അല്ലെങ്കിൽ ഓട്ടടി മീൻകറിയും, അത് രണ്ടും നല്ല കോമ്പിനേഷനാണ് മീൻകറിക്ക്. ബാക്കിയുള്ള മാവ് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അപ്പം തന്നെ കഴുകി വെക്കാനുള്ള പാത്രങ്ങളൊക്കെ കഴുകി വെക്കുകയാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന പാത്രങ്ങൾ അപ്പം തന്നെ കഴുകി വെക്കുകയാണെങ്കിൽ സിങ്കിൽ അങ്ങനെ പാത്രങ്ങൾ കിടക്കൂല കേട്ടോ. സിങ്കിൽ പാത്രങ്ങൾ കിടക്കുന്നത് തന്നെ കിച്ചണിനൊരു വൃത്തികേടാണ്. അപ്പോൾ ഉള്ള പാത്രങ്ങൾ ചിലത് നമുക്ക് സോപ്പൊന്നും തേക്കേണ്ടി വരില്ല, വെറുതെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് കഴുകാനേ ഉണ്ടാവുള്ളൂ. ചിലർ അതും അങ്ങനെ സിങ്കിലിട്ടിട്ട് അങ്ങനെ കൂട്ടി വെക്കും, ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ കഴിഞ്ഞിട്ട് കഴുകി വെക്കാന്നുള്ള തരത്തിൽ. അപ്പോൾ അങ്ങനെയൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് പാത്രം കഴുകൽ തന്നെ ഒരു ഭാരമായിട്ട് തോന്നും കേട്ടോ. ഇത് പിന്നെ ഇന്നലെ രാത്രിയിൽ ഡിഷ് വാഷറിൽ പാത്രങ്ങൾ കഴുകാൻ വെച്ചതായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആയത് എടുത്ത് കൊടുന്ന് വെക്കുകയാണ്. രാത്രിയിൽ കിടക്കുമ്പോൾ അങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ രാവിലെ അങ്ങനെ എടുക്കുകയാണ് കേട്ടോ ചെയ്യുക. പിന്നെ ഇന്ന് ഉച്ചക്ക് ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ വെക്കണത്. അപ്പോൾ അതിനുള്ള ഉള്ളിയും കാര്യങ്ങളൊക്കെ ഞാനിതാ ചോപ്പറിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കണം. ഈ ഒരു ചോപ്പർ നമുക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ചോപ്പറാണ് കേട്ടോ. ഈ ഒരു പ്രീതി സോഡിയാക്കിൻ്റെ ഈ ഒരു മിക്സർ ഗ്രൈൻഡറിലുള്ള ചോപ്പർ എല്ലാത്തരം കട്ടിങ്ങും അതിൽ നടക്കും. ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ ബിരിയാണി റെഡിയാക്കുകയാണ്. ഇന്നിപ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കുന്ന ഒരു ബിരിയാണി ഉണ്ട്. പിന്നെ റെസിപ്പിയും കാര്യങ്ങളൊന്നും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചിട്ടില്ല. ഈ ഒരു സമയമായപ്പോൾ പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ജസ്റ്റ് ചെറിയ ചെറിയ ക്ലിപ്സും കാര്യങ്ങളൊക്കെ അങ്ങനെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ മസാലയും കാര്യങ്ങളൊക്കെ ആയി, ചിക്കൻ ഇട്ട് കൊടുത്തിക്കണ്. അപ്പുറത്ത് തന്നെ ചോറ് വേവാനുള്ള വെള്ളം കൂടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിളച്ച് വന്നപ്പോൾ അരി ഇട്ട് കൊടുത്തിക്കണ്. ഇനിയിപ്പോൾ ചോറൊന്ന് വെന്ത് വന്നാൽ ബിരിയാണി ദമ്മിടണം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.